നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ രമേഷ് രാജമാണിക്കാം. ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വാസ്തുവിനെ കുറിച്ച്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കണ്ട് അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ചോദിക്കാറുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഈ നമ്മുടെ ചാനലിലെ ഈ വാസ്തുവിനെ പറ്റി ഒരു 20% മാത്രമേ വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളൂ. കാരണം ഇനി ബാക്കി ഒരുപാട് വാസ്തുപരമായിട്ട് പറയാനും അതിലെ ക്ലിയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ബാക്കിയായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കാനും പറ്റി അവർക്കത് തീർക്കണം എന്നുള്ള ഒരു മനോഭാവം സുഹൃത്തുക്കൾക്കുണ്ട്. പക്ഷേ ആ മനോഭാവം ആ വീട്ടിൽ വേറൊരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ അതവരെ ഒരുപാട് തളർത്തി കളയുന്നുണ്ട്. അതാണ് സത്യത്തിൽ വാസ്തുദോഷങ്ങൾ തീർക്കാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ചില സുഹൃത്തുക്കൾക്ക് ഒരാൾക്ക് അത് വാസ്തുദോഷം തീർത്ത് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. പക്ഷേ ആ വീട്ടിൽ വേറൊരാൾക്ക് അതില്ലെങ്കിൽ അപ്പോൾ ഇവർക്ക് അതിനോട് താല്പര്യം കുറഞ്ഞാൽ പോകണം. അത് കാരണം ഈ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കണ്ടാൽ തന്നെ വാസ്തുവിൻ്റെ ദോഷങ്ങളായാലും ഗുണങ്ങളായാലും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഒരു ശരിയായ ഒരു വാസ്തു വിദഗ്ധനെ. അതാണ് വാസ്തുവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു വീടിൻ്റെ അകത്ത് കയറിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ദോഷങ്ങൾ, എന്തെല്ലാം ദോഷങ്ങളുണ്ട്, എന്തെല്ലാം ഇവർ അനുഭവിക്കുന്നുണ്ട്, എന്തെല്ലാം നേടുന്നുണ്ട്, നേട്ടങ്ങളുണ്ട്, ഇതെല്ലാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പഠിച്ചൊരു വാസ്തു വിദഗ്ധനെ അതിനുള്ള കഴിവ് തീർച്ചയായും ഉണ്ടായിരിക്കും. പിന്നെ ഈ അടുത്ത കാലത്തൊരു സുഹൃത്ത്, ഒരു ഉദാഹരണം പറയണോ, അടുത്ത കാലത്തൊരു സുഹൃത്ത് തന്നെ ഒരു സുഹൃത്തിൻ്റെ കെയറാഫിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വാസ്തു നോക്കണമെന്നും പറഞ്ഞ് എന്നെയും കൊണ്ടുപോയി. അവിടെ പോയി നോക്കി പറമ്പിൻ്റെ ആ വീടിനകത്ത് കയറിയപ്പോൾ തന്നെ അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് കന്നിമൂലയിലായിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള ദോഷം. ആ മൂലയിൽ ചെന്ന് ആ ദോഷം കണ്ടപ്പോൾ തന്നെ ആ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു. അതായത് ആ വീടിൻ്റെ ഉടമസ്ഥൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, എൻ്റെ അടുത്തുള്ളത്. സുഹൃത്തിനോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും തളർവാദമായിട്ട് ആരെങ്കിലും കിടപ്പിലുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരാളുണ്ട്, ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആള് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, ആയിരിക്കട്ടെ. നമ്മളങ്ങനെ ചുറ്റി എല്ലാ ഭാഗങ്ങളും നോക്കി പിടിച്ച് വന്ന് വീണ്ടും അതേ മൂലയ്ക്ക് തന്നെ നമ്മൾ വന്ന് നിന്നു. അപ്പോഴാണ് ജനലിൻ്റെ അരികത്ത് നിന്ന് ഒരു വിളി വന്നത്. ഒരാളകത്ത് റൂമിലെ കന്നിമൂലയിലെ ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് ചെന്ന് ആൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലോണം കിടക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ കൊടുത്ത് ആൾ പറഞ്ഞ് എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സത്യത്തിൽ ആളെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ആളുടെ മനസ്സിലെ ഒരു ഇതുണ്ടായിരുന്നു, ഒരുപാട് പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാനെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ സുഹൃത്ത് പറഞ്ഞു, അവിടെ അച്ഛനുണ്ട്, അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട, അച്ഛനിതിനൊന്നും സമ്മതിക്കില്ല, അച്ഛനെ ഈ കാര്യത്തിലോടും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് പറഞ്ഞാൽ മതി എന്നുള്ള ആൾ അകത്ത് കയറിയ ആൾ പിന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല. ഈ വ്യക്തി അതായത് അവിടെ ഉള്ള കുടുംബനാഥനായിട്ട് സംസാരിച്ച് വന്നപ്പോൾ ആള് എനിക്കൊന്ന് എണിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കൈ പിടിച്ച് ഞാൻ ആളെ എണിച്ച് ഇരുത്തി. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു എന്താ പറ്റി ചോദിച്ചപ്പോൾ ഒരു 4.5 വർഷത്തോളമായി തളർവാദമായിട്ട് കിടപ്പിലാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വീട് താമസമായിട്ടൊരു എത്രയായി ചോദിച്ചപ്പോൾ ഒരു 6 വർഷത്തോളമായി എന്ന് പറഞ്ഞ്. വാസ്തു നോക്കാതെയാണ് പണിതതെന്നും ആൾ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ അകത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പുറം ഭാഗം മാത്രമേ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം പറയാണ്, അവർ ഡോക്ടറെ കാണിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയാണ് ഡോക്ടറെ കാണിക്കാറുണ്ട്, ഡോക്ടർ പറഞ്ഞത് പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു. പാരമ്പര്യമാണെങ്കിൽ നിങ്ങൾ തറവാട് എവിടെ ചോദിച്ചപ്പോൾ തറവാട് കുറച്ച് അപ്പുറത്താണ് എന്നാണ് ആളുടെ പറയാൻ കാരണം. എന്നാൽ തറവാടൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. കാരണം ഈ വാസ്തു തറവാട്ടിൽ നിന്ന് തുടങ്ങണം. ശരിക്കും സത്യത്തിൽ പറയുകയാണെങ്കിൽ വാസ്തു നമ്മൾ താമസിക്കുന്ന വീട്ടിലെ വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊന്ന് മുഖ്യമായിട്ടും ചെക്ക് ചെയ്യേണ്ടതൊന്നാണ് ഇവരെ പൂർവികം, അതായത് തറവാടിൽ നിന്ന് തുടങ്ങണം. അതാണ് വാസ്തുവിൻ്റെ ശരിയായൊരു രീതി. തറവാട് ചോദിച്ചപ്പോൾ തറവാട് പൊളിച്ചു പോയി, കുറച്ച് കൊല്ലങ്ങളായി പൊളിച്ചു പോയിട്ടുണ്ട്, തറവാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതല്ല, അപ്പോൾ തറവാട് ഇതല്ലേ ചോദിച്ചപ്പോൾ അതെ തറവാട് തന്നെ.
അപ്പോൾ നിങ്ങളുടെ കാലശേഷം ഈ കട്ടിലിൽ ഇതേപോലെ തളർന്ന് കിടക്കേണ്ട ഒരു വ്യക്തി നിങ്ങളുടെ മകനായിരിക്കും അടുത്തത്. അതായത് പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഡോക്ടർ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു, എൻ്റെ കാലശേഷം എൻ്റെ മകൻ ഇതേപോലെ തളർവാദമായിട്ട് കിടക്കും. അതാണ് ഇവർ പാരമ്പര്യമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സത്യത്തിൽ അങ്ങനെയാണോ സുഹൃത്തുക്കളെ വേണ്ടത്? പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് പൊളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പാരമ്പര്യം എന്ന് തറവാടായിട്ട് വരുന്നത് താമസിക്കുന്ന ആ ഒരു വീടാണ്. അതാണ് ഞാൻ ഈ പറയണത്. ഒരു വ്യക്തിയുടെ പേരിലെ 2 വീട്, വാടക വീടായാലും സ്വന്തം വീടായാലും, സ്വന്തം വീട്ടിൽ താമസിക്കുക, വാടക വീട് ഒന്നുകിൽ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ വീട് അവിടെ പൂട്ടിയിടുക, തുരുമ്പിച്ച്, അതായത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഒരു ദോഷം ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അത് ആയിക്കോളും. അതേ സ്ഥാനത്ത് പെൺകുട്ടികളാണെങ്കിൽ, ആ വീട്ടിലെ പെൺകുട്ടികളാണെങ്കിൽ, ആ ഫാമിലിക്ക് പെൺകുട്ടികളാണ് ജനിച്ചതെങ്കിൽ, ആ പെൺകുട്ടികളാണെങ്കിൽ ആ ദോഷം ആ 2 വീട്ടുകാർക്കും ബാധകമല്ല. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോണ വരെ ആ വീടിന് ദോഷങ്ങൾ ചെയ്യുന്നതല്ല ഈ പെൺകുട്ടികൾ. പെൺകുട്ടി എന്ന് പറയുമ്പോൾ, സ്ത്രീ എന്ന് പറയുമ്പോൾ ഭൂമി, സ്ത്രീ, ഭൂമിദേവി, സ്ത്രീ, ഇവരായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാര്യങ്ങളാണ്. അതാണ് ഈ പറയുന്നത്. പെൺകുട്ടികൾ ഉള്ളിടത്ത് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലും കൂടി അത് ആ കുടുംബത്തെ കൂടുതൽ ബാധിക്കുന്നതല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ തറവാട് പൊളിച്ചു പോയി, അത് കാരണം ഇപ്പോൾ താമസിക്കുന്നതാണ് തറവാട് എന്ന് പറഞ്ഞ ഈ വ്യക്തി, ഞാൻ ചോദിച്ചല്ലോ ഇങ്ങനെ, ഈ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മകൻ ഇതേപോലെ കട്ടിലിൽ തളർവാതായിട്ട് കിടക്കേണ്ട ഒരവസ്ഥ, അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ടല്ലേ സാറ് ഈ കിടപ്പ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ആൾ അത്രയ്ക്ക് അറിയുള്ളൂ, നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. റിട്ടയർമെൻ്റ് അല്ല, റിസൈൻ ചെയ്ത് വന്ന് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ആൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റി, തളർവാദം പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ദോഷങ്ങളുണ്ട്, അത് കറക്റ്റ് ചെയ്യുക, ആ 2 കുറവുകൾ നികത്തി കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അദ്ദേഹം പറയണത്, എൻ്റെ മോനോടൊന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞിട്ടപ്പോൾ അവനത് തീർക്കട്ടെ, അവനെങ്കിലും രക്ഷപ്പെടട്ടെ. എന്താണ് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു മാറ്റം, അതാണ് ഈ പറയണത്. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വാസ്തുപരമായിട്ട് ദോഷങ്ങൾ തീർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ മറ്റൊരാൾക്ക് അതിനോട് യോജിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ നല്ലൊരു വാസ്തു വിദഗ്ധനെ കൊണ്ടുപോയി അതിൻ്റെ ദോഷങ്ങൾ കണ്ടെത്തി ഇന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആ കാര്യത്തോട് സപ്പോർട്ട് ചെയ്യുന്നത് ഈ എതിർത്ത ആളായിരിക്കും. അത് കാരണം ഈ പ്രത്യേകിച്ച് ഞാൻ പറയണത്, പരമാവധി നിങ്ങൾ ദോഷങ്ങൾ തീർത്ത് നല്ല ഉയർച്ചയിലേക്ക് എത്താൻ നോക്കുക, അതാണ് നല്ലത്. ഇത് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നന്മകളെ ചെയ്യുള്ളൂ, ദോഷങ്ങൾ ചെയ്യില്ല. ദോഷങ്ങൾ തീർത്താൽ കിട്ടണം. ദോഷങ്ങൾ പോയാൽ പിന്നെ വരുന്നത് നന്മകളാണ്. അത് ചെറിയ കുടിലായാലും കൊട്ടാരമായാലും, കൊട്ടാരത്തിലുള്ളവർക്ക് ആർക്കും ഒരിക്കലും കുടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. അതുപോലൊരു അവസ്ഥ ഉണ്ടെങ്കിലും അത് ആരും അറിയാതെ തന്നെ അവർ ജീവിക്കും. അതാണ് അതിൻ്റെ. കുടിലുള്ളവർ പരമാവധി കൊട്ടാരത്തിലേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഈ ചാനൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.